ഈ അനുമോദന യോഗത്തിൻ്റെ അധ്യക്ഷൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ കരിങ്കുളം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് മാർട്ടിൻ, ഇവിടെ ഈ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത CITUവിൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവും ആൾ ഇന്ത്യ ഫിഷേഴ്സ് ആൻഡ് ഫിഷറി വർക്കേഴ്സ് ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറിയുമായ സഖാവ് പുരോഗമൻ സ്റ്റാൻഡിൽ സാർ, പ്രിയങ്കരനായ CPMൻ്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് PS ഹരികുമാർ, മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ നേതാവ് സഖാവ് E കന്നഡി, CPMൻ്റെ കരിങ്കുളം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് അനിൽകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ നേതാവുമായ സഖാവ് യേശുരാജൻ, മറ്റ് സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി, ഇവിടെ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ കരിങ്കുളം ഏരിയ കമ്മിറ്റി വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്, ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിലും ഇതര മേഖലകളിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി A+ നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവ് കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആദരവ് ആ വിദ്യാർത്ഥികളുടെ മുന്നോട്ട് പോക്കലിന് വളരെ സഹായമായിരിക്കും. ഇവർ ഫോട്ടോയൊക്കെ വെച്ചൊരു മൊമെൻ്റ് തരുന്നു, ആ മൊമെൻ്റ് നമ്മൾ കൊണ്ടുവന്ന് ഷോക്കേസിലൊക്കെ വയ്ക്കുന്നു. അത് മാത്രമല്ല, കുട്ടികൾ ഫുൾ A+ വാങ്ങി ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ A+നോട് അടുത്തുള്ള മാർക്ക് വാങ്ങി ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. അവർ പഠിച്ച്, അല്ലേ, നമ്മൾ വീട്ടിലൊക്കെ പറയാം തലയിറഞ്ഞ്, അല്ലേ, തലയിട്ടടിച്ച് പഠിച്ച് അങ്ങനെ നേടിയ വിജയമാണ്. ആ വിജയത്തിന് ഇത്തരത്തിൽ കൊടുക്കുന്ന പ്രോത്സാഹനം തീർച്ചയായിട്ടും അവരുടെ ആ പഠിത്തത്തിന് വളരെ പ്രയോജനകരമായിരിക്കും, പ്രചോദനം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ കമ്മിറ്റി യഥാർത്ഥത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി A+ വാങ്ങിയവർ, SLC A+ വിജയിച്ച ആളുകൾ, ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ഏതെന്നറിയാമോ? ഏതാ? കേരളമാണ്. ഇന്ത്യയിൽ നമ്പർ 1 സ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസത്തിൽ നിൽക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. എന്തുകൊണ്ടാണ് കേരളം ആ തരത്തിൽ ഒരു പദവിയിൽ ഇന്ത്യ രാജ്യത്തെത്തിയിട്ടുള്ളത്? നമ്മളെ ബ്രേക്ക് ചെയ്യാൻ, നമ്മളെ മാറ്റാൻ വേറെ ഒരു സ്റ്റേറ്റിനും കഴിഞ്ഞിട്ടില്ല. 1ാം സ്ഥാനത്ത് നമ്മൾ തന്നെയാണ്. അത് നമ്മുടെ മനോഭാവം. നമ്മുടെ കേരളത്തിലെ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ മനോഭാവം, എന്തു പ്രയാസം സഹിച്ചാലും മക്കളെ പഠിപ്പിക്കണം. ഇത് കേരളീയരുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്തുള്ള കേരളീയരായിട്ടുള്ള എവിടെയും അവരുടെ ഒരു മനോഭാവമാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോത്സാഹനം, ആ പ്രോത്സാഹനം വേറെ ഒരു സ്ഥലത്ത് ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായി സ്കൂൾ എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? പല സ്കൂളുകളിൽ നോക്കുമ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നല്ല ഉയർന്ന ഗ്രേഡുകളും മാർക്കുകളും ഒക്കെ നേടുന്ന, നല്ല പ്രൊഫഷണൽ രംഗത്ത് നല്ല വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇവിടെ ഈ ഉപകാരം, അനുമോദനം ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.